ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ടയുടെ വിക്ഷേപണത്തിന് 50 ആണ്ട് തികഞ്ഞത് കഴിഞ്ഞ ശനിയാഴ്ചയാണ്. ഒരാഴ്ചയ്ക്ക് മുൻപേ ആര്യഭട്ട ദൗത്യത്തിന്റെ ജീവാത്മാവായി പ്രവർത്തിച്ച വിസ്തൃത ശാസ്ത്രജ്ഞൻ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. ഡോക്ടർ കെ കസ്തൂരിരംഗൻ അന്തരിച്ചു. 1960കളിൽ എളിയ രീതിയിൽ ആരംഭിച്ച് ചുരുങ്ങിയ കാലം കൊണ്ട് ലോകോത്തര നേട്ടങ്ങളിലേക്ക് കുതിച്ച ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പരിപാടിയുടെ യുഗപ്രഭാവരായ പ്രണേതാക്കളിലൊരാളായിരുന്നു ഡോക്ടർ കസ്തൂരിരംഗൻ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISROയിൽ 4 പതിറ്റാണ്ട് പ്രവർത്തിച്ച അദ്ദേഹം 1994 മുതൽ 2003 വരെ അതിൻ്റെ തലവനുമായിരുന്നു. ബഹുമുഖ വ്യക്തിത്വത്തിനുടമയായിരുന്ന അദ്ദേഹത്തിൻ്റെ കഴിവുകളും സേവനവും ISROയിൽ നിന്നും വിരമിച്ച ശേഷവും രാജ്യം പല വിധത്തിൽ വിനിയോഗിച്ചു. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിനും രൂപം നൽകാനുള്ള കർമ്മസമിതിയുടെ അധ്യക്ഷനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ചത് അദ്ദേഹത്തെയാണ്. പശ്ചിമഘട്ട സംരക്ഷണത്തിനുള്ള നിർദ്ദേശങ്ങൾ യാഥാർത്ഥ്യബോധത്തോടെ പഠിക്കേണ്ടൊരു ഘട്ടം വന്നപ്പോഴും കേന്ദ്ര സർക്കാർ ആശ്രയിച്ചത് ഡോക്ടർ കസ്തൂരിരംഗനെയാണ്. രാഷ്ട്രത്തിൻ്റെ കർമ്മപഥത്തിൽ യശസ്വിയായി നിറഞ്ഞു നിന്ന അദ്ദേഹം കേരളത്തിൻ്റെ അഭിമാനപുത്രനായിരുന്നു. ഡോക്ടർ UR റാവു ആയിരുന്നു ആര്യഭട്ട പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടർ. ആ പണിപ്പുരയിൽ അദ്ദേഹത്തിൻ്റെ വലംകൈയായി പ്രവർത്തിച്ച ഉപഗ്രഹ സാങ്കേതിക വിദ്യയിൽ അതിനിപുണനായ യുവശാസ്ത്രജ്ഞനായിരുന്നു ഡോക്ടർ കസ്തൂരിരംഗൻ. ഡോക്ടർ റാവുവിൻ്റെ ഔന്നിത്യപ്രഭയിൽ അന്ന് അത്രയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ആര്യഭട്ടയുടെ നിർമ്മാണത്തിലും വിക്ഷേപണത്തിലും ഡോക്ടർ കസ്തൂരിരംഗൻ വഹിച്ച പങ്ക് നിസ്തുലമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തൊട്ടു പിന്നാലെ രാജ്യത്തിൻ്റെ ഭൗമനിരീക്ഷണ ഉപഗ്രഹങ്ങളായ ഭാസ്കര 1, ഭാസ്കര 2 എന്നിവ വികസിപ്പിക്കാനുള്ള പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടറായി ഡോക്ടർ കസ്തൂരിരംഗൻ നിയുക്തനായത്. പിന്നീട് ബംഗളൂരുവിലെ ISRO സാറ്റലൈറ്റ് സെൻറ്ററിൻ്റെ മേധാവിയായിരിക്കെ അദ്ദേഹം ഇന്ത്യയുടെ പുതുതലമുറ ഉപഗ്രഹമായ INSAT-2, വിദൂര സംവേദന ഉപഗ്രഹങ്ങളായ IRS-1A, IRS-1B എന്നിവ വികസിപ്പിക്കുന്നതിന് നേതൃത്വമേകി. ഉപഗ്രഹവിദ്യയോടായിരുന്നു പ്രിയമേറെയെങ്കിലും ബഹിരാകാശ പരിപാടിയിൽ വിക്ഷേപണ വാഹനത്തിനുള്ള പ്രാധാന്യം ഡോക്ടർ കസ്തൂരിരംഗന് നന്നായി അറിയാമായിരുന്നു. അദ്ദേഹം ചെയർമാനായിരിക്കെയാണ് ISRO വിക്ഷേപണ പടക്കുതിരയെന്ന വിശേഷണമുള്ള PSLV റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ചതും പ്രവർത്തനക്ഷമമാക്കിയതും. സുപ്രധാനമായ GSLV റോക്കറ്റിൻ്റെ വിജയകരമായ ആദ്യ പരീക്ഷണം നടന്നതും അക്കാലത്ത് തന്നെ. ISRO ചെയർമാനായി സ്ഥാനമേറ്റ ശേഷം അദ്ദേഹം നടത്തിയ പൊതു പരാമർശങ്ങളിലൊന്ന് ബഹിരാകാശ ഗവേഷണ ബജറ്റിലെ വലിയ പങ്ക് വിക്ഷേപണ വാഹനങ്ങൾ വികസിപ്പിക്കാൻ ചെലവിടുന്ന നയം തുടരുമെന്നായിരുന്നു. IRS-1C, 1D എന്നിവയടക്കം മികവാർന്ന ഉപഗ്രഹങ്ങളും അക്കാലത്ത് വിക്ഷേപിച്ചു. ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യത്തിനുള്ള പ്രാരംഭ നടപടികളുണ്ടായതും ഡോക്ടർ കസ്തൂരിരംഗൻ ISRO തലവനായിരിക്കുമ്പോഴാണ്. ലോകത്തെ എണ്ണം പറഞ്ഞ ആകാശ പര്യവേഷണ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യയെ വളർത്തിയതിൽ നേതൃപരമായ പങ്കുവഹിച്ച മഹാശാസ്ത്രജ്ഞരിൽ ഒരാളാണ് ഡോക്ടർ കസ്തൂരിരംഗൻ. ആ സംഭാവനകൾ വിലമതിക്കാനാകാത്തതാണ്. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ ബഹുമതികൾ രാജ്യം അദ്ദേഹത്തിന് നൽകിയത് അവ പരിഗണിച്ചാണ്. അന്ത്യം വരെയും ആ ജീവിതം കർമ്മഭരിതമായിരുന്നു. ISROയിൽ നിന്ന് വിരമിച്ച അദ്ദേഹം രാജ്യസഭാംഗമായും ആസൂത്രണ കമ്മീഷൻ അംഗമായും ജവഹർലാൽ നെഹ്റു സർവകലാശാലയുടെ ചാൻസലറായും പ്രവർത്തിച്ചു. രാജസ്ഥാൻ കേന്ദ്ര സർവകലാശാലയുടെ ചാൻസലറായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഇപ്പോൾ. കാലത്തെ ധന്യമാക്കിയ, രാജ്യത്തെ അഭിമാനപൂരിതമാക്കിയ ആ കേരളപുത്രന് പ്രണാമം.